ഫ്രണ്ട്സ്, നമസ്കാരം. സൺഡേ സിത്ത് സെൽമയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മെഴുക്കുവരട്ടി, കോവയ്ക്ക മെഴുക്കുവരട്ടി. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. കോവയ്ക്ക നീളത്തിൽ 4 കട്ട് ചെയ്തത് 1 കിലോഗ്രാം, ചെറിയ ഉള്ളി ചതച്ചത് 10 എണ്ണം, വെളുത്തുള്ളി ചതച്ചത് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 3 തണ്ട്, ചതച്ച വറ്റൽമുളക് 3/4 ടേബിൾ സ്പൂൺ. മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വെളിച്ചെണ്ണ 2.5 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഒരു പാൻ ചൂടായി കഴിയുമ്പോൾ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. ഇതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള നീളത്തിൽ കട്ട് ചെയ്താൽ മതി. ഉള്ളി നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി, ചതച്ച വറ്റൽമുളക് എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റുക. മഞ്ഞൾപ്പൊടിയും മുളകും നന്നായിട്ട് ഇപ്പോൾ വഴന്നിട്ടുണ്ട്. ഇതിലോട്ടിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്കിട്ട് മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. വെള്ളം ഒട്ടും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിനു വേണ്ടി അധികം മൂക്കാത്ത കോവയ്ക്കാണ് ഏറ്റവും നല്ലത്. കോവയ്ക്കൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കോവയ്ക്ക പകുതി വേവാകുന്നത് വരെ വേവിക്കുക. ഇടയ്ക്കിടെ തുറന്ന് ഇളക്കി കൊടുക്കണം. കോവയ്ക്ക് ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട്. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് തുറന്നു വെച്ച് നന്നായിട്ട് ഇതുപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. വെള്ളം വറ്റി കോവയ്ക്ക് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. കുറേ വെന്ത് കുഴഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കോവയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റി ചൂടോടുകൂടി സെർവ് ചെയ്യുക. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ബൈ.